ഒളിമ്പ്യൻ PR ശ്രീജേഷാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. കുട്ടികളുടെ ഒളിമ്പിക്സിനെ കുറിച്ച് പറയാൻ 2 ഒളിമ്പിക് മെഡലുള്ള ശ്രീയേട്ടൻ തന്നെയാണ് നല്ലത്. എങ്ങനെയുണ്ട് ഈ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന ഒരു മേളയെക്കുറിച്ച്? ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികൾക്കൊരു അവസരമാണ് എന്താണ് ഒളിമ്പിക്സിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒളിമ്പിക്സിലേക്ക് പോകുമ്പം ഇപ്പം ഇവിടെ പലയിടത്തായിട്ടാണല്ലോ താമസമൊക്കെ, പക്ഷേ എല്ലാവരും ഒരു വില്ലേജിനകത്ത് താമസിക്കുന്നു, ഒരേ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസവും ഒരു വിജയമായിരിക്കും, ചിരിച്ചുകൊണ്ടായിരിക്കും ഒരാൾ നമ്മുടെ വില്ലേജിനകത്തേക്ക് വരുന്നത്. അതുപോലെ ചിലപ്പോൾ ഒരാൾ കരഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത് അതിൻ്റെ ഒരു പ്രഷർ മനസ്സിലാക്കാനുമുള്ള ഒരു തുടക്കമാണ് ഈ സ്കൂൾ കായികമേള. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് തീർക്കരുത്, അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. പ്ലസ് ടു ഇപ്പോൾ കണ്ടില്ല അവിടെ 3 ഗോൾഡ് മെഡൽ, 2 ഗോൾഡ് മെഡൽ. പക്ഷേ വാട്ട് ഈസ് നെക്സ്റ്റ്? ഇത് ഇപ്പോൾ സ്കൂളിൽ 3 ഗോൾഡ് മെഡൽ മേടിക്കാമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ മേടിക്കാം, യൂണിവേഴ്സിറ്റിയിൽ മേടിക്കാമെങ്കിൽ യൂത്ത് ഗെയിംസിൽ മേടിക്കാം, യൂത്തിൽ മേടിക്കാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കൊണ്ട് ഒളിമ്പിക്സിന് മേടിക്കാൻ പറ്റും. അതൊരു വിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് അതിനൊരു പ്രചോദനം കൊടുക്കുക, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ കൂടുതൽ മെഡലുകൾ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചധികം മീറ്റ് റെക്കോർഡുകൾ പിറക്കുന്നു. പ്രത്യേകിച്ച് 100 മീറ്റർ ഉൾപ്പെടെയുള്ള ഇവന്റുകളിൽ ഒരുപാട് മെഡലുകൾ. അപ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് നമ്മുടെ കുട്ടികൾ പെർഫോം ചെയ്യുന്നത്. അല്ല, ഉറപ്പായിട്ടും ഒരു കാലഘട്ടം മാറുമ്പം നമ്മൾ ഇനിയും 20-30 വർഷം പഴക്കമുള്ള റെക്കോർഡിൽ ഒരിക്കലും നിൽക്കരുത്. കാരണം അഡ്വാൻസ് ടെക്നോളജി വരുന്നുണ്ട്, സയൻറ്റിഫിക് ട്രെയിനിങ് മെത്തേഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ന്യൂട്രീഷൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്, സൈക്കോളജിക്കൽ പാർട്ടിൽ ആൾക്കാർ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുന്നത് 10 വർഷം മുമ്പുള്ള റെക്കോർഡ് എന്നല്ല പറയേണ്ടത്, 1 മാസം മുമ്പുള്ള റെക്കോർഡ് എഴുതി എന്ന് വേണം പറയാൻ. അപ്പം ഇത്തവണ ഏറ്റവും നല്ല സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. കാരണം ഞാൻ അത്ര ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തില്ലെങ്കിലും ഒത്തിരിയേറെ റെക്കോർഡുകൾ പൊളിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത് ഇവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്തു, എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുമ്പം അതാണ് ഇവർക്ക് ഈ ചെറുപ്രായത്തിൽ ഏറ്റവും അത്യാവശ്യം. കാരണം സ്പോർട്സ് എന്ന് പറയുന്നത് തന്നെ കോൺഫിഡൻസ് ആണല്ലോ. ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദി എന്ന് പറയുന്നത് ഒളിമ്പിക്സ് ആണ്. ആ ഒളിമ്പിക്സിന്റെ പരമോന്നത വേദിയിൽ 2 മെഡൽ നേടിയ താരമാണ്. എന്താണ് നമ്മുടെ കുട്ടി താരങ്ങൾ കൊടുക്കാനുള്ള ചെറിയ ഉപദേശം? അല്ല, ആ 2 മെഡലിന് മുമ്പ് 2 ഞാൻ തോറ്റായിരുന്നു. അപ്പം അത് നിങ്ങൾ അറിയണം. കാരണം തോറ്റു എന്ന് കഴിയുമ്പോഴത്തേക്കും വിട്ടുകളയാതെ എനിക്ക് നേടണമെന്ന് പറഞ്ഞ് ആ ഒരു ആഗ്രഹം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. 2 ഒളിമ്പിക്സ് ഞാൻ പറഞ്ഞില്ല, 2 ഒളിമ്പിക്സ് കിട്ടിയത് ആദ്യത്തെ 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഉറപ്പായിട്ടും ഒരു തളർച്ചയോ അല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ വിട്ടുപോകരുത്, വിട്ടുകളയരുത്, ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്കും സാധിക്കും. അവസാനമായിട്ട് ഗോൾ പോസ്റ്റിൽ നിന്ന് മാറി ഇപ്പോൾ ഡഗ്ഔട്ടിലാണ്, പരിശീലകൻ്റെ റോഡിലാണ്. ആസ്വദിക്കുന്നുണ്ട് ആ ജോലി? ഉറപ്പായിട്ടും. കാരണം പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും നല്ലൊരു എന്താ പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു കാര്യം. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചൊരു പ്രഷറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കളിക്കുമ്പോൾ നമുക്ക് എൻ്റെ കാര്യം ഞാനാണ് രാജാവെന്ന് പറഞ്ഞ് ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ പഠിപ്പിച്ച കൊടുത്ത കാര്യം അവർ നന്നായി ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ടോ, ആ ഒരു വേവലാതി പുറത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ എന്നാലും അത് അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ, താങ്ക് യു. ഒളിമ്പ്യൻ PR ശ്രീജേഷാണ് റിപ്പോർട്ടറിനൊപ്പം ചേർന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സുരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.